ഹായ്, നമുക്കിത് മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് മുരിങ്ങയ്ക്ക, തക്കാളി, കൊച്ചുള്ളി, ഒരു മുളക് ഇതൊക്കെയാണ് വേണ്ടത്. തക്കാളി സ്ലൈസ് ചെയ്തെടുക്കുക, മുരിങ്ങയ്ക്ക രണ്ടാക്കുക. പിന്നെ ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചതച്ച കൊച്ചുള്ളി ഇടുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഇടുക. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് നന്നായി ഇളക്കുക. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടണം. കറിവേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ അവസാനം കടുക് വറുത്തൊഴിക്കുന്നുണ്ട്. കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വാടിയാൽ മതി. ഒരുപാടങ്ങ് മൂക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അത്യാവശ്യം വാടി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. പച്ചമുളക് ഇടുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുക. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. അരപ്പിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ തുറന്ന് വെച്ച് നമുക്ക് കുറച്ച് നേരം അത് നന്നായിട്ടൊന്ന് വേവിക്കേണ്ടതുണ്ട്. വേവിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. വെന്തെന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ ഇത് കുറച്ച് നേരം തുറന്ന് വെക്കുക. വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി. നമ്മുടെ ആവശ്യത്തിന് പറ്റി കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. മീനില്ലാത്ത മീൻ കറി തയ്യാർ. താങ്ക് യു.